ഹായ്, ഞാൻ സുബിൻ VR. എന്താണ് പണത്തിന്റെ മനഃശാസ്ത്രം? ചില ആളുകൾ ധനികരാവുന്നു, ചില ആളുകൾക്ക് പണം സമ്പാദിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും മനഃശാസ്ത്രമുണ്ടോ? മോർഗൻ ഹൗസലിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദ സൈക്കോളജി ഓഫ് മണി. ആ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള 5 ടെക്നിക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോയും കാണുക. പണത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ധനികനാവാനായിട്ട് കഴിയും. മോർഗൻ ഹൗസൽ പറയുന്നത് ടൈം ഈസ് മണി എന്നാണ്. നിങ്ങളുടെ സമയം തന്നെയാണ്, നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന നിങ്ങളുടെ സമയം തന്നെയാണ് പിന്നീട് സ്വത്തായിട്ട് അല്ലെങ്കിൽ പണമായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയത്തിന് ബുദ്ധിപൂർവ്വം ചെലവഴിക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഓൺലൈനായിട്ട് ഒരു കോഴ്സ് സെല് ചെയ്യുന്ന ഒരാൾ, ഒരു പക്ഷേ അദ്ദേഹം ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഒരു 50 മണിക്കൂറായിരിക്കാം ചിലപ്പോൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അദ്ദേഹം ആ കോഴ്സിന് ചാർജ് ചെയ്യുന്നത് 5000 റുപ്പീസ് ആണ്. 1000 പേര് ആ കോഴ്സ് വാങ്ങിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപയാണ് ഈ 50 മണിക്കൂറിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അദ്ദേഹത്തിന് നേടാനായിട്ട് കഴിയുന്നത്. അത് മാത്രമല്ല, ഇനി അഡീഷണലി ഓരോ പ്രാവശ്യവും ആളുകൾ അത് ബൈ ചെയ്യുമ്പോൾ സമയത്തിൽ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതായിട്ടില്ല. ഇനി നിങ്ങളൊരു എംപ്ലോയിയുടെ കാര്യം എടുക്കും. ഒരു ദിവസം 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു മാസം ഏകദേശം 200-ൽ കൂടുതൽ മണിക്കൂറാണ് അദ്ദേഹത്തിന്റെ ജോലിക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത്. അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്നു, അതോടുകൂടി ആ സാലറി ആയിട്ട് ടാലി ആയി പോകുന്നു. ഇതൊരു റെക്കറിംഗ് നേച്ചറിലുള്ള ഒരു ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അദ്ദേഹം വർക്ക് ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തിന് സാലറി ലഭിക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ഒരു പെർപെച്വൽ നേച്ചറിലുള്ള ഒരു ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സമയത്തെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. അതുമാത്രമല്ല, സമയത്തെ അലക്ഷ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. കാരണം സമയം തന്നെയാണ് പണമായിട്ട് അല്ലെങ്കിൽ സ്വത്തായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. മോർഗൻ ഹൗസലിന്റെ പണവുമായിട്ടുള്ള അടുത്ത സൈക്കോളജിക്കൽ ടെക്നിക് എന്ന് പറയുന്നത് നിങ്ങളൊരു സിമ്പിൾ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഗോൾ വളരെ സിമ്പിൾ ആയിരിക്കണം. നിങ്ങൾ പണം കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഏതൊരു മെത്തേഡ് ആയിക്കൊള്ളട്ടെ, അത് സിമ്പിൾ ആയിരിക്കണം. അത് പല മെത്തേഡുകളും സ്ട്രാറ്റജികളും എല്ലാം കൂടിക്കുഴഞ്ഞിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഉദാഹരണത്തിന് ചില ആളുകളുണ്ട്, അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യുന്നു, ഓപ്ഷൻസ് ചെയ്യുന്നു, ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നു, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, സ്വിംഗ് ട്രേഡ്, ഇത് കൂടാതെ ക്രിപ്റ്റോ കറൻസി, കമ്മോഡിറ്റീസ്, എന്തിന് ലോട്ടറി, ബിഗ് ബില്യൺ ടിക്കറ്റ്, ഗോൾഡ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ സിസ്റ്റമാറ്റിക് അല്ലാത്ത പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്ത് ഇതിൽ ഒന്നിലും ഫോക്കസ് ഇല്ലാതെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കോർ ഏരിയ എന്താണെന്ന് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പാത്ത് വേ സെറ്റ് ചെയ്യുക. അതിനുശേഷം അതിലൂടെ വെൽത്ത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ പറഞ്ഞത് ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ടൊരു കോൺട്രഡിക്ഷനും വരുന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഹൈ സ്റ്റേക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻസ് പല ആളുകളും പാളി പോകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ജീവിതത്തിന്റെ വലിയ ഒരു പങ്ക് ഇൻവെസ്റ്റ്മെന്റ് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലൈഫ് മുഴുവൻ ഒരു ചോദ്യചിഹ്നമായിട്ട് പോകുന്ന ഒരാളുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൈ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു വലിയൊരു ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹൈ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യമായി അതിനെപ്പറ്റി ആലോചിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു പീസ് മീൽ ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്ത് അതിലൊരു റിട്ടേൺ, നിങ്ങൾക്ക് ഒരു അഷുറൻസ് ലഭിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വലിയ വലിയ സെഗ്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് പോർഷനിലേക്ക് കടക്കുക. അപ്പോൾ ഒരു ഹൈ സ്റ്റേക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കാഷ്വൽ ആയിട്ട് അത് ഡിസൈഡ് ചെയ്യാതിരിക്കുക. വീണ്ടും വീണ്ടും ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. അത് പാർട്ടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങളുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഏതുമായിക്കൊള്ളട്ടെ, അത് ഡൈവേഴ്സിഫൈ ചെയ്യുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു പോർട്ട്ഫോളിയോ കണ്ടെത്തി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സെഗ്മെന്റിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അസറ്റ്സിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെന്റിനോ ഏതെങ്കിലും ഒരു അസറ്റിനോ ഒരു ഹൈ റിസ്ക് വെയിറ്റേജ് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, വളരെ ബാലൻസ്ഡ് ആയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അവിടെ ഒരു ലിക്വിഡിറ്റി കൂടി ഉണ്ടായിരിക്കും. നിങ്ങളുടെ പോർട്ട്ഫോളിയോ എപ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ഒരു ലോങ് ടൈം ഗ്രോത്ത് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും. കോമ്പൗണ്ടിങ് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ് കോമ്പൗണ്ടിങ് എന്നാണ് നമ്മുടെ വിഖ്യാത ശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. കോമ്പൗണ്ടിങ് എന്നത് നിങ്ങളൊരു എമൗണ്ട്, വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിലല്ല കാര്യം, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പിന്നിലുള്ള ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. നമ്മൾ വളരെ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു, 1 കോടി രൂപ ഉറപ്പായിട്ടും ലഭിക്കുന്ന ലോട്ടറിയെ കുറിച്ച്. കോമ്പൗണ്ടിങ്ങിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യമുള്ളത്, വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് റിട്ടയർമെന്റ് ഫണ്ട് അക്യൂമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ
25 വയസ്സിൽ തുടങ്ങി 35 വയസ്സ് വരെ, അതായത് 10 വർഷത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് എന്ന് കരുതും. അദ്ദേഹം ആ ഇൻവെസ്റ്റ്മെന്റിന്റെ മെച്യൂരിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത് 65 വയസ്സിലാണ്. എന്നാൽ 40 വയസ്സ് തുടങ്ങി 65 വയസ്സ് വരെ 25 വർഷം മറ്റൊരാൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് എന്ന് കരുതും. ഈ സിറ്റുവേഷനിൽ നേരത്തെ തുടങ്ങിയിട്ടുള്ള ഒരാൾ 10 വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 65 വയസ്സിലേക്കായിട്ട്. രണ്ടാമത് പറഞ്ഞ ആൾ 25 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം വളരെ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. തീർച്ചയായിട്ടും കോമ്പൗണ്ടിങ്ങിന്റെ എഫക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ 10 വർഷത്തേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ റിട്ടയർമെന്റ് ഫണ്ട് ആയിരിക്കാം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നേരത്തെ തുടങ്ങുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.